ദുൽഖഅദ 30. നാളെ 1 മുതൽ 9 അടക്കം നോമ്പ് നോൽക്കൽ അതിശക്തിയായ സുന്നത്താണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിനെ അമൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട വേറൊരു ദിവസവും ഇല്ല. വേറൊരു ദിവസവും അമൽ ചെയ്യാൻ, സ്വാലിഹായ അമൽ ചെയ്യാൻ വേറൊരു ദിവസം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതില്ല. ഈ 10 ദിവസം കൊണ്ട് ഖുർആൻ സത്യം ചെയ്തു. നാളെ മുതലുള്ള 10 ദിവസം വൽ ഫജ്രി വലയാലി അശ്ർ വശഫഇ വൽ വത്ർ. വൽ ഫജ്രി വലയാലി അശ്ർ 10, വശഫഇ 8, 12, വൽ വത്ർ 1. അപ്പൊ 1 മുതൽ 13 അങ്ങനെ ഒരു അർത്ഥമാക്കുക. ശഫഇ 8, വത്ർ 1, വൽ ഫജ്രി വലയാലി അശ്ർ 10, പിന്നെ ശഫഇ 8, 10 12, വത്ർ 1, അപ്പൊ 13. അപ്പൊ നാളെ മുതൽ 13 ദിവസം ഭയങ്കര പ്രധാനം. സ്വാലിഹായ അമലുകൾ ചെയ്യാൻ ഈ 10 ദിവസം പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറെ ദിവസമില്ലാന്ന് ഹബീബ നബി പറയാ. ഇത് ലോക പ്രശസ്ത ഹദീസ, നിരാക്ഷേപം എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസ. അതുകൊണ്ട് കഴിയുന്നവർ നാളെ മുതൽ നോമ്പ് അനുഷ്ഠിക്കണം. കഴിയുന്നത്ര ആളുകൾ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചില റിവായത്തിൽ കാണാം യഅദിലു സൗമു കുല്ലി യൗമിൻ മിൻഹാ സൗമസന സുയാമസന ഒക്കെ മക്കൾ. ഇതിലെ ഓരോ ദിവസങ്ങളുടെയും നോമ്പിന് 1 വർഷത്തെ കൂലിയാണ്. മനസ്സിലായില്ലേ? എന്നാൽ സൗമ അറഫക്ക് 2 കൊല്ലത്തെ കൂലിയാണ്. അപ്പൊ എത്രയായി? 9 ദിവസം കൊണ്ട് എത്രയായി? 10 കൊല്ലത്തെ കൂലിയായി. 10-ാം ദിവസം നോമ്പ് ഹറാമാണ്. അപ്പൊ 9 ദിവസം കൊണ്ട് എത്ര കൊല്ലത്തെ കൂലി കിട്ടും? 10 കൊല്ലത്തെ കൂലി കിട്ടും. എന്ത് പറഞ്ഞാലും അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ എല്ലാവരും അതിന് തയ്യാറാകണം. എല്ലാവരും തയ്യാറാകണം. കഴിയുന്നത്ര ആളുകൾ തയ്യാറാകണം. പ്രധാനപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിനെ ജംഅ ചെയ്തത് സയ്യിദ് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന വാക്ക് അവ്വലു മൻ തലഫള ബിഹി ഇബ്രാഹിം. ലോകത്ത് ആദ്യമായി ആ ലഫ്ള് മൊഴിഞ്ഞത് ഭൂമിക്ക് മുകളിൽ ഇബ്രാഹിം നബിയാണ്. അല്ലാഹു അക്ബർ നിസ്കാരത്തിന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ടതും നിസ്കാരത്തിലെ ഇന്ത്യക്കാലത്തിൽ പ്രധാനപ്പെട്ടതും തക്ബീറത്തുൽ ഇഹ്റാമിലും എല്ലാം തക്ബീറത്താണ്. എന്താ കാരണം? അത് ദിക്ർ ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ് അലൈഹിസ്സലാം. ആ മഹാനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി എന്ത് പറഞ്ഞത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഈ ദിക്റിനെ ഇപ്രകാരം ക്രോഡീകരിച്ചതും ഇബ്രാഹിം നബിയിലൂടെയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് ആവർത്തിച്ചില്ല. കഴിയുന്നത്ര ആളുകൾ മരുന്ന് കുടിയൊന്നും ഇല്ലാത്തവർ മരുന്ന് കുടിക്കുന്നതിനെ തൊട്ട് അള്ളാഹു ദായമായി മരുന്ന് കുടിക്കേണ്ടി വരുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ കാലം വരാൻ പോണതിന് മുമ്പ് മര്യാദക്ക് നടക്കണ കാലത്ത് ചെയ്യാൻ നല്ലത്. അപ്പൊ നമുക്കൊക്കെ മുമ്പ് നിൽക്കാൻ കഴിയും. അള്ളാഹു തആല നമുക്ക് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അപ്പൊ നാളെ മുതൽ, നാളെ ഏതായാലും 1 ഉറപ്പാണ്. നാളെ 1 ഉറപ്പാ ഇൻഷാ അല്ലാഹ്. നോമ്പ് 1 നാളെ ദുൽഹിജ്ജ 1 2 മണി ഞാൻ ഇൻഷാ അല്ലാഹ് പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട സ്വഹാബിയുൽ ജലീലായ ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരിയെ രാത്രി 2 മണിക്ക് പകൽ 2 മണിക്ക് നാളെ സിയാറത്ത് ചെയ്യും. 2-2:30 ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അവിടെ എത്തും. കഴിയുന്നത്ര ആളുകൾക്ക് വേണമെങ്കിൽ വരാം. നാളെ ദുൽഹിജ്ജ 1 ഞാൻ നാളെ 2 മണിക്ക് 2-2:30 ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അവിടെ സിയാറത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് പാറപ്പള്ളി തമീമുൽ അൻസാരി തങ്ങൾ സിയാറത്ത് ചെയ്യും. വരുന്നവർക്ക് കൂടെ വരാം. ഞാനിവരെ ആ സമയത്തോടെ എത്തിയാൽ മതി. ദുൽഹിജ്ജ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയെ സിയാറത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ മുതൽ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.